തമിഴ്നാട്ടിൽ ഒരു രാഷ്ട്രീയ കലഹത്തിന് വിത്തുപാകിക്കൊണ്ട് ഒരു അഴിമതി ആരോപണം എം.എൽ.എയെ വിലക്കെടുക്കാൻ അല്ലെങ്കിൽ എം.എൽ.എമാരെ വിലക്കെടുക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ ഒരു വലിയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ടി.വി.കെ എം.എൽ.എ ആണ് കഥയിലെ പരാതിക്കാരൻ. 35 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് സെന്തിൽ ബാലാജി, അത് DMKയുടെ നേതാവാണ്, മുൻ മന്ത്രിയാണ്, ആരോപണ വിധേയനായിരുന്നു, ഇപ്പോൾ എം.എൽ.എ ആണ്. സെന്തിൽ ബാലാജിയും അദ്ദേഹത്തിൻ്റെ ബ്രദറും ഒരു ദൂതനെ, തിരുനാവുക്കരശൻ എന്ന് പറയുന്ന ഒരു ദൂതനെ അയച്ചുകൊണ്ട് 35 കോടി രൂപ വാഗ്ദാനം ചെയ്യുകയാണ്. എന്താണ്? വിജയ് ഗവൺമെൻറ്റിനുള്ള പിന്തുണ പിൻവലിക്കണം. നേരിട്ടങ്ങ് പിൻവലിക്കുകയല്ല, സ്പീക്കറിനെതിരെ ഒരു പ്രമേയം വരുന്നു. തമിഴ്നാട് നിയമസഭാ സ്പീക്കർക്കെതിരെ ഒരു പ്രമേയം പ്രതിപക്ഷം കൊണ്ടുവരുമ്പോൾ ആ പ്രമേയത്തിന് എതിർത്ത് വോട്ട് ചെയ്യാൻ അദ്ദേഹവും മറ്റൊരു 14 MLA-മാരും, ആകെ 15 തമിഴക വെട്രി കഴകം MLA-മാർ മറുകണ്ഠം ചാടി വോട്ട് ചെയ്താൽ ഗവൺമെൻറ്റിന് ഭൂരിപക്ഷം നഷ്ടപ്പെടും. അങ്ങനെ വിജയ് ഗവൺമെൻറ് നിലംപതിക്കും. നമുക്കറിയാമല്ലോ, 234 അംഗ നിയമസഭയിൽ ഒരു ഹങ് സിറ്റുവേഷനാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടായത്. ടി.വി.കെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി 108, അതായത് കേവല ഭൂരിപക്ഷത്തിന് ഏതാനും സീറ്റുകൾ മാത്രം, 8-10 സീറ്റുകൾ കുറവ്. അത് നികത്തിയെടുത്തത് മുസ്ലിം ലീഗിൻ്റെ 2 സീറ്റ്, കോൺഗ്രസ് പാർട്ടിയുടെ 5 സീറ്റ്, CPI-യുടെയും CPM-ൻ്റെയും ഈ 2 സീറ്റുകൾ, VCKയുടെ 2 സീറ്റ്, അങ്ങനെ ഒരു പരുവത്തിനങ്ങനെ ഭൂരിപക്ഷം തട്ടിക്കൂട്ടി എടുത്തതാണ്. പക്ഷേ വിജയ് വളരെ ശക്തമായി മുന്നേറുന്നു. കഴിഞ്ഞ ദിവസം ഒരു ലൈറ്റ് വെയിനിൽ ഒരു പ്രസ്താവനയും കണ്ടു. തമിഴ്നാട്ടിൽ ഇനി ബസ്സുകളെല്ലാം തന്നെ AC ബസ്സുകളാവും. പുതിയതായി വാങ്ങുന്ന ബസ്സുകളെല്ലാം തന്നെ AC ബസ്സുകളാണ് ആകും. തമിഴ് മക്കൾ അങ്ങനെ ചൂടും പുകയും ഒന്നും കൊണ്ട് സഞ്ചരിക്കേണ്ട ആവശ്യമില്ല, AC ബസ്സിലും കൊണ്ട് യാത്ര ചെയ്യട്ടെ. ഒരുപാട് കൺസെഷൻസ് ഉണ്ട്. കേരളത്തിലുള്ളതുപോലെയോ അതിനേക്കാൾ കൂടുതലോ ഉള്ള സ്ത്രീ സൗഹൃദമായ യാത്രാകാര്യങ്ങൾ തമിഴ്നാട്ടിൽ ഉള്ളത് കൊണ്ട് യഥാർത്ഥത്തിൽ വലിയ ഒരു സോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വലിയ ക്ഷേമ പദ്ധതികളും ഫ്രീ ബീസും ഒക്കെ തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ ആരെങ്കിലും ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ, വിജയ് ഭരണത്തിൽ വരുമെന്ന് പലരും ചിന്തിച്ചതല്ല. DMKയുടെ സംഘടനാ സംവിധാനത്തെ വെല്ലാൻ ഈ മന്ത്രങ്ങൾക്ക്, വിജയ് ഫാൻ ക്ലബ്ബുകൾക്ക് അല്ലെങ്കിൽ ഇയക്കം, ഇതിനൊന്നും കഴിയുമെന്ന് ആരും വിചാരിച്ചതല്ല. പക്ഷേ വിജയ് അധികാരത്തിൽ വന്നു. ഒരിക്കൽ അധികാരത്തിൽ വന്നാൽ തമിഴ്നാട്ടിലെ രീതി അനുസരിച്ച് അങ്ങനെ എളുപ്പമല്ല പറിച്ചു മാറ്റാൻ. അപ്പോൾ MGRൻ്റെയും ജയലളിതയുടെയും ഒക്കെ ഉദാഹരണങ്ങൾ നമുക്കറിയാം. അപ്പം വളരെ ജനകീയനായ വിജയ് അധികാരത്തിൽ തുടർന്നു കഴിഞ്ഞാൽ DMKയ്ക്കും ADMKയ്ക്കും അസ്തിത്വം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് മുളയിലെ നുള്ളുക എന്ന ഒരു പ്ലാൻ അനുസരിച്ച് DMKയുടെ ബുദ്ധി പ്രവർത്തിച്ചു. ADMKയും അതോടൊപ്പം ഒരു സപ്പോർട്ട് ബേസായി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ദ്രാവിഡ പാർട്ടികൾ മാത്രമാണ് തമിഴ്നാട് മാറി മാറി ഭരിച്ചത്. ദ്രാവിഡയാണല്ലോ ADMK അല്ലെങ്കിൽ MGRൻ്റെയും ജയലളിതയുടെയും പാർട്ടി. ഇപ്പോൾ ഇടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ വളരെ ദുർബലമായി മാറിയിരിക്കുന്നു. കേവലം 47 സീറ്റ് മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ AIADMK കിട്ടിയത്. 59 സീറ്റുമായി DMK രണ്ടാമത്തെ വലിയ കക്ഷി ആയി. പക്ഷേ DMKയുടെ 59-ഉം ADMKയുടെ 47-ഉം ഒരു വിലയില്ലാതെ പോയി. കാരണം വിജയൻ്റെ കക്ഷിയോടൊപ്പം മറ്റൊരു കക്ഷികൾ, ചെറിയ കക്ഷികൾ ചേർന്നപ്പോൾ ഈ 2 കക്ഷികളും പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നു. അതാരും പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് AIADMKയ്ക്കും DMKയ്ക്കും ഒന്നിച്ചു നിന്നുകൂടാ? അവരുയർത്തുന്ന പ്രത്യയശാസ്ത്രം ഏതാണ്ട് ഒന്ന് തന്നെയാണ്. ദ്രവീഡിയൻ സ്പിരിറ്റ്, അല്ലെങ്കിൽ ആൻറ്റി ഹിന്ദി, ആൻറ്റി നോർത്ത് ഇന്ത്യ, ആൻറ്റി ബ്രാഹ്മണിക്കൽ ഒരു സ്പിരിറ്റാണ്. തമിഴ് ഭാഷയെ സംരക്ഷിക്കുക, ഇതൊക്കെ തന്നെയാണ് ദ്രാവിഡ സ്വത്വം എന്ന് പറയുന്നത്. തമിഴ്നാടിൻ്റെ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിക്കുക. വിജയും അതൊക്കെ തന്നെയാണ് പറയുന്നതെങ്കിലും ദ്രാവിഡ പാർട്ടി എന്ന മേൽവിലാസത്തിലല്ലല്ലോ തമിഴക വെട്രി കഴകം അറിയപ്പെടുന്നത്. അപ്പം ദ്രാവിഡ രാഷ്ട്രീയത്തിൽ നിന്നും ലേശം വ്യത്യസ്തമായ ഒരു പുതിയ ചിന്ത, അതൊരു 1 man പാർട്ടിയാണ്. പക്ഷേ കൂടുതൽ പാർട്ടിയിലെ, പ്രത്യേകിച്ച് AIADMK എന്ന പാർട്ടിയിലെ ഒരുപാട് അണികൾ വിജയ് പാർട്ടിയിലേക്ക് ഇപ്പോൾ ചേക്കേറുന്നു. അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് ഒരുപക്ഷെ വിജയ് പാർട്ടി TVK വേഴ്സസ് DMK എന്ന നിലയിലേക്ക് വരാം. അപ്പോൾ ഇത് അവസാനിപ്പിക്കണമെങ്കിലും DMKയ്ക്കും ADMKയ്ക്കും രാഷ്ട്രീയമായ അസ്തിത്വം തുടരണം എങ്കിലും വിജയ് പാർട്ടിയുടെ ഈ ജൈത്രയാത്ര അവസാനിച്ച് മതിയാകൂ എന്ന നിലയിൽ നിന്നുകൊണ്ടാണ് ഈ കോഴ എന്ന സങ്കല്പം ഉണ്ടാകുന്നത്. പക്ഷേ കോഴ
തെളിയിക്കാൻ സാധിക്കുന്ന കാര്യമാണോ എന്നറിയില്ല. ഇതൊരു ആരോപണം വന്നതാണ്. പക്ഷേ 3 പേരെ ഈ ആരോപണവുമായി ബന്ധപ്പെടുത്തി 3 പേരെ കൃത്യമായി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ചോദ്യം ചെയ്യലിൽ നിന്നും ഉരുത്തിരിയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ വൻപൻ കോളിളക്കമാവും തമിഴ്നാട് രാഷ്ട്രീയത്തെ സൃഷ്ടിക്കുക. ഇപ്പം തമിഴ്നാട് നമുക്കറിയാമല്ലോ, തമിഴ്നാട് ഇന്ത്യയിലെ മൊത്തം രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ പര്യാപ്തമല്ല എങ്കിലും പൊതുവെ വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് എത്ര ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. ഇപ്പം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷങ്ങൾ, ഇപ്പോൾ TVK പ്രതിപക്ഷമാണ്, അപ്പം DMKയും അക്കണക്കിൽ പ്രതിപക്ഷമാണ്. അപ്പം പല സമയം DMK BJPയോട് യോജിച്ചൊന്നുമില്ല. കാരണം അങ്ങനെ കോൺഗ്രസ് പാർട്ടി അങ്ങനെ ചിന്തിച്ചു, DMKയും ADMKയും എല്ലാം കൂടി BJPയോട് യോജിച്ച് ഒരു ഗവൺമെൻറ് എങ്ങാനും ഉണ്ടാക്കിയാൽ എന്താവും? ഒരിക്കലും സാധിക്കില്ല. BJPക്ക് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയില്ല. BJPക്ക് ലഭിച്ചത് തമിഴ്നാടിൽ കേവലം ഒരു MLA മാത്രമാണ്. അത് വെച്ചിട്ട് ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അത് കേന്ദ്ര സർക്കാർ സ്വാധീനിക്കുന്ന ഒരു ഗവൺമെൻറ് ആകും വിജയ്. അല്ല എങ്കിൽ അതുകൊണ്ട് ഞങ്ങൾ വിജയ് പാർട്ടിക്ക് പിന്തുണ നൽകുന്നു എന്നായിരുന്നു കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ ന്യായം. അത് മാത്രമല്ല, യഥാർത്ഥ കാരണം അതൊന്നുമല്ല. ഈ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ നിന്നും, സംസ്ഥാനത്തെങ്കിലും അധികാരത്തിൽ നിന്നും ഏറെക്കാലം മാറ്റി നിർത്തിയിരുന്നു DMK. ഒരിക്കലും മന്ത്രിസഭയിൽ ഒരു ബർത്ത് കൊടുത്തില്ല, ഓണറബിൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ല എന്ന ഒരു പരിഭവം കോൺഗ്രസിൻ്റെ പാർട്ടി അംഗങ്ങൾക്കുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ. അവസരം കിട്ടിയപ്പോൾ അവർ നിർബന്ധിച്ചു, കേന്ദ്ര നേതൃത്വം വഴങ്ങി, രാഹുൽ ഗാന്ധി വഴങ്ങി എന്ന് പറയുന്നതാണ് ശരി. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു അവസരവാദ, വിത്തിൻ കൊട്ടേഷൻ അവസരവാദ നിലപാട്, അതിൽ ദുഃഖിതരായിട്ടാണ് DMK ഇന്ത്യ മുന്നണിക്ക് പുറത്തു പോകുന്നത്. പക്ഷേ ഇപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും ഇന്ത്യ മുന്നണിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു. പക്ഷേ ഒരു ലാർജർ സ്കീമിനെ കുറിച്ച് DMKയും ബോധവാന്മാരാണ്. എന്താണ് ലാർജർ സ്കീം? ഓരോരോ കക്ഷികളെ അടർത്തി മാറ്റി, പിളർത്തി മാറ്റി, പൊളിച്ചടുക്കി BJP എന്ന ഒറ്റ കക്ഷിയുടെ മേധാവിത്വം ഇന്ത്യയിൽ പെർമനൻ്റായി നിലനിർത്താനുള്ള ഒരു വലിയ സ്കീം അരങ്ങേറുന്നു എന്ന് DMKയും ADMKയും ഒക്കെ വിശ്വസിക്കുന്നു. നമ്മൾ കണ്ടതാണ്, പശ്ചിമ ബംഗാളിൽ കണ്ടതാണ്. ജയിച്ച MLAമാർ 80 പേരെ MLAമാരെ ജയിപ്പിക്കാൻ തൃണമൂൽ കോൺഗ്രസിന് കഴിഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. പക്ഷേ 80 പേരെ വിജയിപ്പിച്ചു എങ്കിൽ പോലും അതിൽ 60 പേരെ പിളർത്തി മാറ്റി BJP ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി, അവർക്ക് വേണ്ടി ഒരു പാർട്ടി ഉണ്ടാക്കി BJP പിന്തുണയിൽ NDAയിലേക്ക് അവരെത്തുകയാണ്. മഹാരാഷ്ട്രയിൽ ശിവസേന ഷിൻഡെ ഗ്രൂപ്പ്, അതുപോലെ NCP ശരത് പവാർ വിഭാഗം എല്ലാം തന്നെ പിളർപ്പിൻ്റെ വക്കിലാണ്. ആം ആദ്മി പാർട്ടിയെ 10 രാജ്യസഭാ MPമാരിൽ 7 പേരെ പിളർത്തി എടുത്തു മാറ്റി, ഒരു ബ്ലോക്കാക്കി മാറ്റി. ഇതെല്ലാം തന്നെ നമ്മുടെ മുൻ രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ എത്ര ഇടത്താണ് ജയിക്കാമായിരുന്ന ഇന്ത്യ മുന്നണി കക്ഷികൾ ജയിക്കാതെ പോകുന്നത്. വൻതോതിലുള്ള ഒരു മാനേജ്മെൻറ്റ്, മൈക്രോ മാനേജ്മെൻറ്റ് ഗ്രാസ് റൂട്ട് ലെവലിൽ നടത്തുന്ന ഒരു നീക്കം. അതുപോലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ വരുതിയിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ SIRലൂടെ ഈ ഇലക്ട്രേറ്റിൻ്റെ ഘടനയെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് പ്രതിപക്ഷങ്ങൾക്ക് സ്വരമില്ലാത്ത രീതിയിൽ ഇന്ത്യയിൽ കാര്യങ്ങൾ പോകുമ്പോൾ യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിലെ 3 പ്രമുഖ കക്ഷികളും അങ്കലാപ്പിൽ തന്നെയാണ്. അത് TVK മാത്രമല്ല, DMK, ADMK ആൻഡ് TVK, ഈ 3 കക്ഷികളും പോച്ചിങ് ഭയക്കുന്നു. പരസ്പരമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോച്ചിങ്, അതായത് കൂറുമാറ്റങ്ങൾ, ഏറ്റെടുക്കലുകൾ, അതോടൊപ്പം തന്നെ BJPയുടെ ചില നീക്കങ്ങൾ, കേന്ദ്ര സർക്കാർ അമിത്ഷായുടെയും കൂട്ടരുടെയും നീക്കങ്ങളും ഭയപ്പെടുന്നു. അതുകൊണ്ട് സങ്കീർണമായ ഒരു അവസ്ഥയാണ്. കേന്ദ്രത്തിനെ കൂട്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയിലാണ് തമിഴ്നാട്ടിലെ പ്രതിപക്ഷങ്ങൾ. പക്ഷേ തമിഴ്നാടിനുള്ളിൽ നിന്നുകൊണ്ട് TVK ഗവൺമെൻറ്റിനെ എങ്ങനെയെങ്കിലും ദുർബലപ്പെടുത്തുകയും താഴെ വീഴിക്കുകയും കാലാവധി പൂർത്തിയാക്കാൻ സാധിക്കാതെ ഇരിക്കുകയും ചെയ്താൽ ദ്രാവിഡ രാഷ്ട്രീയത്തിന് ഒരിക്കൽ കൂടി തമിഴ്നാട്ടിൽ വേരോട്ടമുണ്ടാകും. അത് ഇന്ത്യ മുന്നണി എന്ന രൂപത്തിലോ മറ്റേതെങ്കിലും രൂപത്തിലോ ഒക്കെ തന്നെ. പക്ഷേ കേന്ദ്രത്തിൻ്റെ ഒരു വലിയ പാർട്ടി എന്ന നിലയിൽ BJPക്ക് ഇപ്പോഴും തമിഴ്നാട്ടിൽ ആ രീതിയിൽ കടന്നു കയറാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. അത് മാത്രമല്ല, ഒരു വലിയ പ്ലെയറുണ്ട്. ഈ അണ്ണാമലൈ എന്ന വ്യക്തി ഒരു പുതിയ പാർട്ടിയുടെ രൂപീകരണവുമായി മുന്നോട്ട് പോകുന്നു. BJP ശാന്തമായി, സമാധാനപരമായി BJP ബന്ധം വേർപെടുത്തിക്കൊണ്ട് ഒരു പുതിയ പാർട്ടി എന്ന നിലയിൽ ഒരു മാസ് ലീഡറാകാനുള്ള എല്ലാ യോഗ്യതകളുമുള്ള ആളാണ് മുൻ സിവിൽ സർവൻറ്റ് കൂടിയായ ശ്രീ അണ്ണാമലൈ. അപ്പോൾ അണ്ണാമലയുടെ പാർട്ടി കൂടി രംഗത്തെത്തുന്ന ഒരു അന്തരീക്ഷം അത് ഏത് രീതിയിൽ BJP പിന്നിൽ നിന്നുകൊണ്ട് ഉപയോഗിക്കും എന്നതിനെക്കുറിച്ചും തമിഴ്നാടിനുള്ളിൽ ആശയക്കുഴപ്പങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ 15 MLAമാരെ മറുകണ്ഠം ചാടിച്ചുകൊണ്ട് വിജയ് സർക്കാരിനെ ബലഹീനമാക്കി താഴെ വീഴ്ത്താനുള്ള ശ്രമം എന്ന നിലയിൽ അത് ഇത് കെട്ടുകഥയല്ല, യാഥാർത്ഥ്യം ആണ് എങ്കിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്കും വലിയ രീതിയിലുള്ള
പൊതുജന നീക്ക മുന്നേറ്റങ്ങൾക്കും അത് കാരണമാകും. വിജയിനെ അത് കൂടുതൽ ദൃഢമാക്കും. വിജയൻ്റെ പാർട്ടി ഇപ്പോഴും കൺസോളിഡേറ്റഡ് അല്ല എന്ന് ഓർക്കണം. ഫാൻ ക്ലബ്ബുകളിൽ നിന്നും ഒരു ജെനുവിൻ ഗ്രാസ് റൂട്ട് ലെവൽ കേഡർ പാർട്ടിയായി വിജയൻ്റെ പാർട്ടിക്ക് വളരാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇപ്പോൾ ലഭിക്കുന്ന ആവേശം അത് പെട്ടെന്ന് അണഞ്ഞു പോകും. ഏതാനും പരാജയങ്ങൾ അല്ലെങ്കിൽ ചില തീരുമാനമെടുക്കാൻ വിജയിന് അമാന്തം വന്നാൽ വിജയിന് അധികം മുന്നോട്ട് പോകാൻ ആവില്ല. ഒരു ബാക്കിംഗ് എവിടെ നിന്ന് കിട്ടും? ഈ കക്ഷികളെല്ലാം വിജയ് വീക്കാകുന്നു എന്ന് കണ്ടാൽ കോൺഗ്രസ് പാർട്ടി മറുകണ്ഠം ചാടാൻ മടിക്കില്ല. CPIO ഒന്നും കൂടെ നിൽക്കില്ല. അത് വിജയിൻ്റെ മാസ്മരത കണ്ടുകൊണ്ടൊന്നുമല്ല, ഭാവി സാധ്യത വിജയ് തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത എന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ പാർട്ടികൾ ഇടതുകക്ഷികളും മുസ്ലിം ലീഗും കോൺഗ്രസും എല്ലാം തന്നെ ആ തീരുമാനമെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കലങ്ങി മറിയാൻ പോകുന്ന തമിഴ്നാട് രാഷ്ട്രീയമാണോ ഇനിയുള്ള നാളുകളിൽ കാണാൻ പോകുന്നത്, അതോ മല പോലെ വന്നത് എലി പോലെ പോയി എന്ന മട്ടിൽ വിജയ് ഈ ഒരു അന്ത്രാള ഘട്ടത്തെ അതിജീവിക്കുകയും ഇത് നേരത്തെ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞതുകൊണ്ട് ഇങ്ങനെയുള്ള സാധ്യതകൾ ഭാവിയിൽ ഏതെങ്കിലും രീതിയിൽ ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനുള്ള മുന്നൊരുക്കങ്ങളുമായി വിജയ് മുന്നോട്ട് പോകും, TVK മുന്നോട്ട് പോകും എന്ന പ്രതീക്ഷയോടുകൂടി തമിഴ്നാട് രാഷ്ട്രീയം സ്റ്റേബിളാകട്ടെ. തമിഴ്നാട് രാഷ്ട്രീയം കലങ്ങി മറിയുന്നത് ഇങ്ങിപ്പുറത്ത് കേരളത്തിലും ചില അനുരണങ്ങൾ ഉണ്ടാക്കും എന്നതുകൊണ്ട് തീർച്ചയായും അയൽ സംസ്ഥാനത്തെ ശാന്തതയും സമാധാനവും കേരളവും ആഗ്രഹിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലോടെ നിർത്തട്ടെ. നമസ്കാരം.